അലോവേര നല്ല ആരോഗ്യവാനായിട്ട് നിൽക്കുന്നുണ്ട് ട്ടാ. ഒരു ലീഫിന് മാത്രം പ്രോബ്ലം ഉള്ളൂ, അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മുല്ല, ഇവര് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാ, അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല ആരോഗ്യമാണ്. പിന്നെ ഒരു കുറ്റിച്ചെടി, അതിന്റെ തൊട്ടപ്പുറത്ത് റോസ്, നമ്മുടെ കാര്യം മഹാ കഷ്ടോട്ടാ. അത് ഈ ചിങ്ങത്തിൽ ചിണിങ്ങി ചിണിങ്ങി നിൽക്കുന്ന മഴയത്ത് കിട്ടിയ പ്രോബ്ലം ആണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, എഗൈൻ വിൽ ജെർമിനേറ്റ്. ഒരു സൺലൈറ്റ് കിട്ടിയാൽ മതി. ഈ കോവയ്ക്കയുടെ വിത്ത് മുള ഇങ്ങോട്ട് മാറ്റി നട്ടിട്ട് 10-40 ദിവസമായിട്ടാ. ഇതിന്റെ തലയ്ക്ക് എല്ലാ ദിവസവും സെറ്റ് ചെയ്ത് മര്യാദക്ക് കൊടുത്തിരിഞ്ഞ ഇത് കണ്ണി കണ്ട പറമ്പിലേക്ക് കയറി അങ്ങോട്ട് വളരും. പിന്നെ ഹാർവെസ്റ്റിംഗ് ഡേയുടെ അന്ന് കോവയ്ക്ക് പറിക്കാനായിട്ട് നമ്മ ഈ മതിലെടുത്ത് ചാടേണ്ടി വരും. മഴ നിന്നാലും മരം പെയ്യുമല്ലേ. ഇതെന്റെ മൊത്തം വേത്തിക്ക് നോക്കിയേ, എനിക്ക് കുളിരണം. പ്ലാന്റ് കെയറിങ്ങും കുളിയൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിശപ്പിട്ടാ. ഞാൻ ഊടി അടുക്കളയിലേക്ക് വന്ന്. അടുക്കളയിൽ നോക്കിയ വിറകടുപ്പ്, ഈ അടപ്പിലെ ആ ഒരു കട്ടത്തിയുടെ കളറില്ല, റെഡിഷ് കളറ്, എനിക്കത് ഭയങ്കര ഇഷ്ടോട്ടാ. അത് വിഴുങ്ങാൻ വന്നതല്ലട്ടെ, ഞാൻ എന്റെ ഉമ്മിച്ച് എന്തിട്ട് ഉണ്ടാക്കി വെച്ചെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതെ, ചില ദിവസങ്ങളിൽ എന്റെ ഉമ്മയുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ ഉമ്മ പോയി കഴിഞ്ഞാല് പിറ്റേ ദിവസം അടുക്കള ഭയങ്കര ഡാർക്കായിരിക്കും. എനിക്ക് ഭയങ്കര വിഷമാവും. ഒന്നും കിട്ടാത്തതിന്റെ വിഷമമല്ലാട്ടാ, അന്നത്തെ ദിവസം ഉമ്മ ഉണ്ടാവൂല, ഉമ്മില്ലെങ്കിൽ ഒരു സുഖമില്ലാന്ന്. ചില സമയത്ത് എന്റെ സ്പൗസിന്റെ അടുത്ത് ഞാൻ പറയും എനിക്ക് ഉപ്മാവ് ഉണ്ടാക്കി തരാൻ പറയൂട്ടാ. അപ്പൊ മൂപ്പർക്ക് ഇതിനെ കുറിച്ച് ഇത് ഉണ്ടാക്കാൻ അറിയില്ലട്ടെ, വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരൂട്ടെ എനിക്ക്. എന്നാലും ഞാൻ ഇത് ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി അവള് പറയുന്നു, യു ആർ മൈ കാം വെൻ ദ വേൾഡ് ഫീൽസ് ഹെവി, യുവർ ഹഗ് ഈസ് മൈ എസ്കേപ്പ്. വല്ലാത്ത എസ്കേപ്പാ. അപ്പൊ ഇന്നത്തെ കോമ്പോ നോക്കിയേ, ഉപ്പുമാവും കടലക്കറിയും. ഇതൊക്കെ ഭയങ്കര ഇഷ്ടട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കണമായി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതെന്തോ അങ്ങനെ തന്നെയാണല്ലോ. കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്, ഒന്ന് കാണാനായിട്ട്. സെറ്റല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, എനിക്കിഷ്ടമാണ്. ഇതെന്റെ ഉമ്മിച്ചാട്ടാ, 70 വയസ്സ് അടുക്കാറായിട്ടാ. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും എന്റെ ഉമ്മിച്ചിക്കുന്നു കേട്ടാ. എന്നാലും പ്രഭാതത്തിൽ 6:30 എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുക്കളയിൽ എല്ലാ ഭക്ഷണവും റെഡി കണ്ടീഷൻ ആയിരിക്കും. എനിക്ക് പണിക്ക് പോവാൻ കൊണ്ടുപോകുന്ന ഭക്ഷണം വരെ. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സ്പൗസിനെ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും ജനറേഷൻ അല്ലേ. എന്റെ ഉമ്മയുടെ വിചാരം ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാന്നാ. പണിക്ക് പോണ സമയത്ത് എന്റെ അടുത്ത് പറയും, നോക്കി വണ്ടി കയറണേ, റോട്ടിൽ കൂടി പോകുമ്പോ ശ്രദ്ധിക്കണേ, മറ്റു വണ്ടികളൊന്നും തട്ടാണ്ടും മുട്ടാണ്ടും പോണേ, പണി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാണ്ട് നേരിട്ട് ഇങ്ങോട്ട് വരണേ, അപകടങ്ങളിലൊന്നും ചെന്ന് പെടരുതേ എന്നൊക്കെ പറയും പാവന്റെ ഉമ്മ. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള തല്ലോ, ഡെയിലി തല്ലുപിടിക്കും ഞങ്ങ. അപ്പൊ തന്നെ സ്നേഹൗട്ടാ. ഇവരൊന്നും ഇല്ലാത്ത കാലത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പണ്ടാരോ പറഞ്ഞ മാതിരി, ദർ ഈസ് നത്തിങ് ലൈക്ക് എ മദേഴ്സ് ലവ് ഇൻ ദ വേൾഡ്. ഇനി നിങ്ങളോട് ലെക്ചർ അടിച്ചിരിക്കാൻ എനിക്ക് സമയമില്ലേ. 7:50 ഉദ്യോഗത്തിന് പോകാൻ സമയമായി. ഒരു തൊടി ചുറ്റും ഇന്ന് വേലി കെട്ടണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും ബൈ ബൈ.